അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുറഞ്ഞ ഈമാനാണ് നമുക്കൊക്കെ ഉള്ളത്. ഉള്ള ഈമാൻ പോലും നശിപ്പിക്കുന്ന നിലക്ക് ഗൂഢമായ ഹിഡൻ അജണ്ടയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കള്ളത്തെരീക്കത്തുകാർ, കുരുവട്ടൂരികളടക്കമുള്ള കള്ളത്തെരീക്കത്തുകാർ, അവരൊന്നും ദീനിൻ്റെ ആളുകളല്ല. ദീനുമായി യാതൊരു ബന്ധവുമില്ല. കുഫ്രിയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഹിഡൻ അജണ്ടയായി പ്രവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അടക്കമുള്ള മഹാന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ഇകഴ്ത്തുക. വല്ലാതെ ഓവറായി പുകഴ്ത്തുമ്പോൾ ജനങ്ങളിതാവും അവരോടുള്ള വെറുപ്പും വിഷമവും കൂടുകയാണ് ചെയ്യുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ വാക്കാണത്. എത്രത്തോളം അതപ്പതിച്ചു എന്നറിയോ? CM വലിയുള്ളാനെ പടച്ചോനാക്കാനും ഞങ്ങൾക്കൊരു മടിയില്ലടോ. എന്താ പറയണറിയോ? തലേക്കെട്ട് കെട്ടിയിട്ടാ അത് പറയണത്. ഇസ്ലാമിക വേഷം ഉണ്ടാക്കിയെടുത്തിട്ടാ പറയണത്. പക്ഷെ ആരും തെറ്റിദ്ധരിക്കരുത്. തലേക്കെട്ട് കെട്ടി എന്നതുകൊണ്ട്, തൊപ്പിയിട്ട് എന്നതുകൊണ്ടൊന്നും മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെയും സുന്നത്ത് ജമാഅത്തിനെയും നശിപ്പിക്കാനും നാട്ടിൽ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെയൊക്കെ അപഹസിക്കുകയും പുച്ഛിക്കുകയും കളിയാക്കുകയും വളരെ മോശമായി ദിനം പ്രതി സ്റ്റേജിൽ കയറിയിട്ട് തെറി പറയുകയും ചെയ്യുന്ന ഈ കപടന്മാരുടെ ശൈഖന്മാരാരാന്നറിയോ? ഇബ്ലീസിൻ്റെ കൂട്ടാളികളായ, ഇബ്ലീസിൻ്റെ സന്തതികളായ ആളുകൾ. വായെടുത്താൽ പച്ചക്കളവ് പറയുന്നവർ. വായെടുത്താൽ പച്ചക്കളവ്, വേറെ ഒരു വർത്താനമില്ല. കളവല്ലാത്തൊരു വാക്ക് അവർ പറയുന്നില്ല. പിന്നെയുള്ള ശേഖാരാന്നറിയോ? സിനിമാ നടന്മാരായ തങ്ങൾ 6 മണി സെറ്റും പാട്ടൊക്കെ പാടി നടക്കുന്ന സിനിമാ നടൻ. ഞാൻ കുറേ സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കുറേ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയുന്ന കള്ളന്മാർ. അതുപോലെ തന്നെ പിന്നീട് ഉള്ളത് 24 മണിക്കൂറും വായയിൽ സിഗരറ്റ് എടുക്കാത്ത, നിസ്കാരം കൃത്യമില്ലാത്ത കോമാണ്ടി വേറൊരുത്തെന്താണ് സുലൈമാൻ, ഏതോ വയനാട്ടിലുള്ള ഒരു സുലൈമാൻ. ഇവരൊക്കെയാണ് ഇവരെ ശൈഖന്മാർ. കഴിഞ്ഞുപോയ സച്ചരിതരായ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളൊന്നും ഇവരുടെ മുന്നിൽ ഒന്നുമല്ല. അവരൊന്നും ദീനിൻ്റെ ആളുകളല്ല. അവരൊക്കെ ഏതോ പഴച്ചു പോയവർ. കഷ്ടപ്പെട്ട് ദീനീ പ്രവർത്തനം നടത്തിയ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, സമസ്ത പണ്ഡിതന്മാർ, അവരൊന്നും ഇവരെ മുന്നിൽ പണ്ഡിതന്മാരല്ല. അവരൊക്കെ മോശക്കാർ. കള്ളന്മാരായ കുറേ ആളുകളെ ശൈഖന്മാരാക്കി വെച്ചിട്ട് പരിശുദ്ധ ദീനിനെയും സുന്നത്ത് ജമാഅത്തിനെയും നശിപ്പിക്കുക എന്ന ഹിഡൻ അജണ്ട. അവർക്കതിൻ്റെ പിന്നിൽ പണം ഉണ്ടാക്കും. അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് എന്ന് സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. അവർക്കിതിൻ്റെ പിന്നിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കൾ, ഖവാരിജിയാക്കൾ, ഷിയാക്കളടക്കമുള്ള ആളുകളിൽ നിന്നുള്ള പണം അവർക്ക് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കുകയാണ്. പക്ഷെ ജനങ്ങളാകുന്ന നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രഭാഷണങ്ങളും മറ്റും കേട്ടിട്ട് ഉള്ള ഈമാനും കൂടി നഷ്ടപ്പെടുത്തിയിട്ട് പോകരുത്. കാരണം നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ വല്ലാഹു യഅലമു സറായിർ. നമ്മൾ ലാഹിർ കൊണ്ട് വിധിക്കലാണ്. ലാഹിർ എന്താണോ കണ്ടത് അത് വിധിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നത് പച്ച കുഫ്രിയത്താണ്. കുഫ്രിയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. മടവൂരിനെ പടച്ചോനാക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ലടോ എന്ന് തമാശക്ക് പോലും പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങനെ ഒരു കൂട്ടെന്ന് പറയാൻ പാടില്ല. ഒരു തോന്നിപ്പിക്കുന്ന വാക്ക് പോലും പറയാൻ പാടില്ല. നമ്മുടെ ഈമാന തകർന്നു പോകുന്നത്. CM വലിയുള്ള പൊരുത്തപ്പെടാത്ത വാക്കുകളാണ്. CM വലിയുള്ളാൻ്റെ ശാപം 100% കിട്ടിയത് കൊണ്ടാണ് ഇവർ ഇത്രയും തരം താഴ്ന്നു പോണത്. കാരണം CM വലിയുള്ള പൊരുത്തപ്പെടാത്ത വാക്കുകളാണ്. അവിടെ നിന്ന് പ്രചരിപ്പിച്ചതും അവിടെ നിന്ന് പറഞ്ഞതും അള്ളാഹുവിൻ്റെ ദീനാണ്, തൗഹീദായിരുന്നു. നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മോടൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്, തൗഹീദ് പ്രചരിപ്പിക്കലാണ് മഹാനവറുകളൊക്കെ ചെയ്തിരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ആളായിട്ട് CM വലിയുള്ളാനെ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും CM വലിയുള്ള അത് പൊരുത്തപ്പെടൂല. ഒരിക്കലും പൊരുത്തപ്പെടൂല.
ആ സി എം വലിയുള്ളാൻ്റെ കുരുത്തക്കേട് പേറി നടക്കുന്ന ഈ കപട തരീക്കത്തുകാർ, കള്ളന്മാർ, തരീക്കത്തെന്ന് തെറീക്കത്ത്, തെറി പറഞ്ഞ് നടക്കുന്ന തെറീക്കത്ത്. സത്യത്തിൽ സൂഫിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹൃദയം തെളിയലാണ്. ഒരാളെയും കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. സൂഫിസമുള്ള ആളുകൾക്ക് ഇത് സാവിയത്ത് സൂഫി എന്തോ പറഞ്ഞുകൊണ്ട് സൂഫിസം, കള്ള സൂഫിസം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒരിക്കലും സൂഫിസവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ല എന്ന് ഇവരുടെ ഓരോ പ്രഭാഷണങ്ങൾ കേട്ടാൽ മനസ്സിലാകും. കാരണം സൂഫിസം എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ആരെയും ആക്ഷേപിക്കൂല. അവരിങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ ദിക്റുകളും തസ്ബീഹുകളുമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളാണ് സൂഫിസം എന്ന് പറഞ്ഞാൽ. ഇവരോ ദിവസം കയറിയിട്ട് കണ്ട ആലിമീങ്ങളൊക്കെ തെറി പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിനെ ആക്ഷേപിച്ച് സുന്നി വിരുദ്ധരുടെ കയ്യടി മേടിക്കാൻ. സത്യത്തിൽ ഇവരും വഹാബികളൊക്കെ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റാണ് അവരൊക്കെ. കാരണം എങ്ങനെയെങ്കിലും ദീനൊന്ന് നശിപ്പിച്ച് കിട്ടാൻ ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. നമ്മൾ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് എന്താ അവർ പറയുന്നത് ശരിയല്ലെന്നോ അല്ലെങ്കിൽ അല്പം പോലും ഇത് ശരിയാണെന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ പാടില്ല. ഇവരുടെ പ്രഭാഷണം കേൾക്കൽ തന്നെ ഹറാമാണ്. കാരണം ഒരാളെ ഗീബത്ത് പറയുന്നത് കേൾക്കുന്നത് ഹറാമാണ്. തെറ്റ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല. ഇതൊക്കെ പഠിപ്പിച്ച മതമാണിത്. മല്ലൻ യുവക്കിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന. മൂത്തവരെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരൊക്കെ ഇവർ പറയുന്ന വാക്കുകൾ കേട്ടാൽ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങളടക്കം ഉള്ള ആലിമീങ്ങളെ ഇവർ പറയണത് കേട്ടാൽ ഞെട്ടിപ്പോകും. അത്രയും അധികം അപകടകരമായ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അടക്കം. ഈ മൗലാന എന്നൊക്കെ പറഞ്ഞാൽ ഈ ഈ കുളത്തിലെ തവളകൾക്ക് എന്താ അറിയാനാ? ഈ കേരളം വിട്ടാലും എല്ലാവരും മൗലാന എന്നാണ് വിളിക്കുക. ഒന്നും തിരിയില്ല. മൗലാന എന്ന് പറഞ്ഞാൽ നേതാവ് എന്നേ അർത്ഥമുള്ളൂ. ബഹുമാനത്തോടെ വിളിക്കുന്നൊരു വാക്കാണത്. അത് മൗലാന എന്ന് വിളിച്ചാൽ എന്താണ്? മൗലാന എന്ന് പേരോടിനെ വിളിക്കുകയാണെങ്കിൽ സി എം വലിയുള്ളാനെ പഠിച്ചവരെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശം വേറെയാണ്. പണമുണ്ടാക്കുക, ഭൗതികമായ ചൂഷണം. ഒരല്പമെങ്കിലും ഈമാനിൻ്റെ ഒരു ചെറിയ കണിയെങ്കിലും ഹൃദയത്തിലുള്ളൊരു വ്യക്തിക്ക് പറയാൻ പാടില്ലാത്ത വാക്കാണത്. കാരണം സി എം വലിയുള്ളാഹി തങ്ങളുടെ എല്ലാ കുരുത്തക്കേടും പേറി നടക്കുന്ന ഇവർ ആലിമീങ്ങളെ കുറിച്ച് അവസാനം ചീത്തയായി മരിക്കുകയാണ്. മൻ അറാദ സൂഉൽ ഖാത്തിമ, ചീത്തയായി മരിക്കാൻ അല്ലാഹു തആല ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്തലാഹുല്ലാഹു ബിലുഹൂമിൽ ഉലമാ, ആലിമീങ്ങളെ തെറി പറയൽ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കും. ഉറപ്പിച്ചോ? ഇവരുടെ നാവെടുത്താൽ അവർ ആലിമീങ്ങളെ കുറ്റം പറയാൻ വേണ്ടി നടക്കുകയാണ്. അവർ ഉള്ള ആലിമീങ്ങളൊക്കെ തെറി പറയും, എന്നിട്ട് പറയാം സൂഫിയാണെന്ന്. എന്ത് സൂഫിയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അപകടത്തിലാണ്. ഇത് നിസ്സാരമായിട്ട് ആരും കാണരുത്. ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനോ ഇവർക്ക് ഏതെങ്കിലും നിലക്ക് ഒരു ചെറിയ സഹായം ചെയ്തെങ്കിൽ മൻആനല സാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരെ സഹായിച്ചാൽ അവൻ ദീനിന് പൊളിച്ചവനാണ്. ഇവർ ബിദ്അത്തുകാരാണ്. ഇവരെ ഒരു നിലയിലും സഹായിക്കാൻ പാടില്ല, ഒരു നിലയിലും അവരോട് സഹകരിക്കാൻ പാടില്ല. അങ്ങനെ സഹകരിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീൻ പൊളിച്ചവനായി മാറും. മൻ വഖറ സാഹിബ ബിദ്അ, ബിദ്അത്തിൻ്റെ അഹ്ലുകാരാണ് അവരൊക്കെ. വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും മാത്രമല്ല ബിദ്അത്തിൻ്റെ ആളുകൾ. ഈ കള്ളത്തരീക്കത്തുകൾ അതിനേക്കാളപ്പുറം വലിയ ബിദ്അത്താണ് നാട്ടിൽ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് പെട്ടുപോകാതിരിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ചെറിയ ഈമാനുള്ളവരാ. നശിച്ചു പോകരുത്. അവസാനം ആക്കിബത്ത് മോശമായി പോകരുത്. എന്തെങ്കിലും സംഭവിച്ച് തല പോയാലും പ്രശ്നമില്ല. ഈമാൻ ഇല്ലാതെയാണ് പോണതെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, എന്നേക്കുള്ള ജീവിതം. അത് കരുതിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ബിദ്അത്തുകാരുടെ, കള്ളത്തരീക്കത്തുകാരായ ബിദ്അത്തുകാരുടെ ഷെറിനെ തൊട്ട് അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഹിദായത്തിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ അവരെ ഷെറിനെ തൊട്ട് അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.